എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. ഒരിക്കലും അതിന്റെ പേരിലല്ല ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നത്. അവളുടെ സ്ഥാനത്ത് വേറെ ഏത് കുട്ടിയായാലും ഞാൻ എന്നാലാവും എന്ന് സഹായിക്കുകയായിരുന്നു. പക്ഷേ ലച്ചുവിനോട് അതിൽ കവിഞ്ഞൊരു ഇഷ്ടം എനിക്ക് ഉള്ളിലുണ്ട്. അത് അവളെ അറിയിക്കാൻ സമയമാകുമ്പോൾ അവൾ അറിയും. ഒരിക്കലും അവളെ ഞാൻ നിർബന്ധിക്കില്ല. അവളുടെ ജീവിതം തിരഞ്ഞെടുക്കാൻ അവൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവളെ ഇഷ്ടമില്ലാതെ ഞാൻ അവളെ ബുദ്ധിമുട്ടിക്കില്ല. നീ വിഷമിക്കേണ്ട, ഞങ്ങൾക്കൊക്കെ അവളെ ഇഷ്ടമാണ്. അച്ഛനും ആര്യ ഈ കാര്യം ഒന്ന് രണ്ടു വട്ടം എന്നോട് പറഞ്ഞ ഞാനാ രണ്ടുപേരോടും വേണ്ടാത്ത ചിന്തിക്കണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ അമ്മയ്ക്കൊരു വിശ്വാസമുണ്ട്. അവള് നിനക്ക് മുമ്പിൽ എത്തിച്ച ദൈവ. അവള് നിനക്ക് വിധിച്ച നിനക്ക് എന്നെ കിട്ടും. സമയമെടുത്തായാലും അവള് നിന്നെ അംഗീകരിക്കും. അമ്മ അവന്റെ മുടിയിൽ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞതും അത് കേട്ട് അവൻ ചിരിച്ചുകൊണ്ട് അമ്മയുടെ കവളിൽ ഉമ്മ കൊടുത്തിട്ട് റൂമിലേക്ക് പോയി. അവള് പോകാൻ സാധ്യതയിടത്തുള്ള അന്വേഷിച്ചു. ഒരു വിവരമില്ല. ശങ്കർ കാർത്തിയോട് പറഞ്ഞു. കാർത്തി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. അവിടെ ഏതെങ്കിലും കൂട്ടുകാരുടെ അടുത്താണെങ്കിൽ അവള് ഗൗരി സംശയരൂപേണ ചോദിച്ചു. അങ്ങനെ വരാൻ വഴിയില്ല ആന്റി. അവളെ കാണാതായപ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ച ആ വഴിയാ. ആകെ കൂടി പറയാൻ അവൾക്ക് ഒന്നോ രണ്ടോ കൂട്ടുകാരാണുള്ളത്. ഇവനെ പേടിച്ച് അധികം കൂട്ടുകാരൊന്നും അവൾക്കില്ല. സന്ദീപ് പറഞ്ഞു. കാർത്തി അവനെ രൂക്ഷമായി നോക്കി. നീ കണ്ണുരുട്ടൊന്നും വേണ്ട. അവൾക്കൊഴിയെ കോളേജിൽ മിക്കവർക്കും നിന്റെ സ്വഭാവം കുറച്ചൊക്കെ അറിയായിരുന്നല്ലോ. ആരൊക്കെ പറഞ്ഞിട്ടും വിശ്വസിക്കാനിരുന്ന ലച്ചു മാത്ര. നിന്നെ പേടിച്ച് തന്നെയാ അവളുടെ ഫ്രണ്ട്സ് കൂടുതലാകുന്നത്. അതേതായാലും നന്നായില്ലേ. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാത്തിനെയും വീട്ടിൽ കയറി ഇറങ്ങേണ്ടി വരികയായിരുന്നു. ഗൗരി കാർത്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സന്ദീപിനോട് പറഞ്ഞു. ശങ്കർ അപ്പോഴും കാര്യമായ ആലോചനയിലാണ്. എന്താ വെച്ചാൽ ആലോചിക്കുന്നത്? കാർത്തി അയാളുടെ ഇരിപ്പ് കണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല. കൂടുതൽ സ്മാർട്ടാവാതെ കാര്യം എന്നാ പറയാൻ നോക്ക്. കാർത്തി പറഞ്ഞു. അയാൾ അവനെ നോക്കി പുച്ഛിച്ചിരിച്ചു. സ്വന്തം തന്തയോടാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? അത് മോന് ഓർമ്മ വേണം. എന്താ ഉണ്ടാക്കിയ കണക്ക് പറയണോ നിങ്ങള്? കാർത്തി ദേഷ്യത്തോടെ ചോദിച്ചു. കണക്ക് പറഞ്ഞാൽ എന്താടാ? ഇന്നും നീ എന്റെ ചെലവിലല്ലേ താമസിക്കുന്നത്? അയാൾ പുച്ഛത്തോടെ പറഞ്ഞു. എന്താ ഏട്ടാ ഇത്? നമ്മുടെ മോനല്ലേ അവൻ. അവനോട് ഇങ്ങനെയാണോ പറയുന്നത്? മകനായതുകൊണ്ടാ ഇവൻ ജീവനോടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ താൻ എന്നെ അങ്ങ് കൊന്നേനെന്നല്ലേ. കാർത്തിയെ കൊല്ലാൻ വേണ്ടി മാത്രം ആരും ജനിച്ചിട്ടില്ല. ആ പുച്ഛത്തോടെ പറഞ്ഞു. നിങ്ങൾ അച്ഛനും മോനും കൂടി വഴക്കുണ്ടാകാതെ അടുത്ത് തീരുമാനം ഉണ്ടാക്കുക. സന്ദീപ് ഇടപെട്ടുകൊണ്ട് പറഞ്ഞു. ഏട്ടെന്താ നേരത്തെ ആലോചിച്ച്? എന്റെ സംശയം അവളുടെ കൂടെ കോളേജിൽ പഠിച്ച ആരെങ്കിലും ആണ് അവളെ സഹായിക്കുന്നതെന്നാ. അല്ലാതെ അവളെ സഹായിക്കാൻ ആരുമില്ല. എന്നാ പിന്നെ അവളെ കണ്ടുപിടിക്കാൻ നമുക്ക് പോലീസിൽ കേസ് കൊടുത്താലോ? സന്ദീപ് പറഞ്ഞു. ശങ്കർ അവനെ ദേഷ്യപ്പെട്ട് നോക്കി. പോലീസിൽ കേസ് കൊടുത്ത് ആദ്യം തൂങ്ങുന്ന നമ്മളാവും. 2 മാസത്തോളം അവള് മിസ്സിംഗ് ആയിട്ട്. ഇത്രയും നാള് പരാതിപ്പെടാത്തതിന്റെ കാരണം അവർ അന്വേഷിക്കും. അവളെ കണ്ടുപിടിച്ചാൽ ഇപ്പൊ സത്യങ്ങളെല്ലാം അവൾക്കറിയാം. അവളത് പോലീസിനോട് പറഞ്ഞാ നഷ്ടം നമുക്ക് മാത്രമാവും. നമ്മൾ ഇത്രയും നാളുകൊണ്ട് ഉണ്ടാക്കിയെല്ലാം വെറുതെ ആവും. ശങ്കർ പറഞ്ഞുകൊണ്ട് കാർത്തിയെ നോക്കിയതും അവന്റെ കണ്ണുകളിൽ അവളോടുള്ള ദേഷ്യം ആളിക്കത്തുകയായിരുന്നു. നാശൂലം, നമ്മുടെ കാലിനാൻ വേണ്ടിയാ അവൾ ഇങ്ങോട്ട് എന്നെ കെട്ടിയെടുത്ത്. ഗൗരി അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അവളെ എവിടെയായാലും ഞാൻ കണ്ടുപിടിക്കും. രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. കാർത്തി പല്ലിയനിച്ചുകൊണ്ട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ലച്ചു എണീച്ചതും ഫ്രഷായി നേരെ അടുക്കളയിൽ അമ്മയോടൊപ്പം കൂടി. മോളെ, ഈ ചായ അച്ഛനും നന്ദൂരും കൊണ്ടുകൊടുക്ക്. അമ്മ അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് വാങ്ങി നേരെ സിറ്റൗട്ടിൽ പത്രം വായിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് ചായക്കപ്പ് നീട്ടി. ഗുഡ് മോർണിംഗ് മോളെ, അവളോട് പറഞ്ഞുകൊണ്ട് അച്ഛൻ അത് വാങ്ങി. ഗുഡ് മോർണിംഗ് അച്ഛാ. തിരിച്ചു പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ സ്റ്റെയർ കയറി ആനന്ദിന്റെ റൂമിലേക്ക് നടന്നു. പെട്ടെന്ന് എന്തോ ഓർത്തെന്ന പോലെ ചിരിച്ചുകൊണ്ട് തിരിച്ചു കിടന്ന് പ്രിയയുടെ റൂമിന്റെ വാതിലിൽ ചെന്ന് നിന്ന് ഡോറിൽ തട്ടി. കുറച്ചു കഴിഞ്ഞ് പ്രിയ ഡോർ തുറന്നു. ഓ താങ്ക്സ്. അത് പറഞ്ഞ് പ്രിയ കപ്പ് വാങ്ങാൻ പോയതിൽ വെച്ചത് ബാക്കിലേക്ക് പിടിച്ചു. ഈ നിനക്കല്ല. പിന്നെ ആർക്കാ? ഇവിടെ ഞാനല്ലേ ഉള്ളൂ. ഇവിടെ നീയേ ഉള്ളൂ. പക്ഷെ ഇത് വേറെ ആൾക്കാ, ആനന്ദേട്ടന്. അമ്മ ഏട്ടന് കൊടുക്കാൻ തന്നു വിട്ടതാ. ഇങ്ങോട്ട് വന്നപ്പോഴാ നിന്റെ കാര്യം ഓർത്ത് ഈ നീ തന്നെ കൊണ്ടുകൊടുക്ക്. ലയിച്ച അവളോട് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഓ താങ്ക്സ്. ഞാൻ നന്ദൂരുമ്പിലേക്ക് പോകാൻ ഒരു വഴി ആലോചിക്കായിരുന്നു. താങ്ക്സ്. ഒരു മിനിറ്റ്. അത് പറഞ്ഞ് പ്രിയ അകത്തേക്ക് പോയി കണ്ണാടിൽ നോക്കി മുടിയൊക്കെ ഒന്ന് ഒതുക്കി പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ഞാനപ്പോൾ പോയിട്ട് വരാം, നീ ഒന്ന് പ്രാർത്ഥിക്കണേ. ലയിച്ചുവിന്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞുകൊണ്ട് കപ്പ് വാങ്ങി പ്രിയ അവന്റെ റൂമിലേക്ക് ചെന്നു. ഡോർ തുറന്ന് അകത്ത് കയറിയതും ബെഡിൽ അവനെ കാണാത്തതുകൊണ്ട് അവൾ ചുറ്റും നോക്കി. ബാൽക്കണി ഡോർ തുറന്നെടുക്കുന്നുണ്ട്. അവിടേക്ക് ചെന്ന് നോക്കി അവൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അവൾ അവിടെ തന്നെ നിന്നു. വർക്കൗട്ട് കഴിഞ്ഞ് അവൻ എണീക്കുന്ന കണ്ടതും പ്രിയ റൂമിലേക്ക് തിരിച്ചു ഓടി. അനന്ത് മുഖവും തുടച്ചു വന്ന് പ്രിയെ കണ്ട് നെറ്റി വിളിച്ചു. ചായ ആന്റി തരാൻ പറഞ്ഞു. പ്രിയ കപ്പ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവിടെ വെച്ചേക്ക്. അതും പറഞ്ഞ് അവൻ ബാത്റൂമിലേക്ക് കയറാൻ പോയി. അല്ല കുടിക്കുന്നില്ലേ? ഞാൻ കുടിച്ചോളാം, അവിടെ വെച്ചിട്ട് പൊക്കോ. അതെ, ഷർട്ട് അയൺ ചെയ്യാനുണ്ടോ? ആൾ പെട്ടെന്ന് ചോദിച്ചു. അവനോളെ നോക്കി. ഈ വരവത്ര പന്തിയല്ലോ. വേണ്ട, എന്റെ ഡ്രസ്സ് ഞാൻ ഇത്രയും നാൾ സ്വയം അയൺ ചെയ്താൽ പതിവ്. നീ പോകാൻ നോക്ക്. അതും പറഞ്ഞ് അവൻ ബാത്റൂമിൽ കയറിയതും പ്രിയ ചുണ്ടി ഉളുക്കി അവൻ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. അവൻ ഫ്രഷായി ഇറങ്ങിയതും അവൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവൻ പല്ലിയടിച്ച് അവളെ നോക്കി. നീ ഇതുവരെ പോയില്ലേ? അവനെ കപ്പൂടി തിരിച്ചുകൊണ്ട് പോകാൻ നിന്നാ. കുടിച്ചിട്ട് എന്നാ ഞാൻ പൊക്കോളാം. എനിക്ക് വേണ്ട, നീ കൊണ്ട് നോക്കോ. അയ്യോ ആന്റി എന്നെ വഴക്ക് പറയും. നന്ദു കുടിച്ചിട്ട് തന്നാ മതി. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആനന്ദ് അവൾ നോക്കിയിട്ട് ചായ എടുത്ത് കുടിച്ചു. അത് കണ്ടത് അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഈ അമ്മയ്ക്ക് ഇത് ലച്ചുവിൻ്റെ കൈ കൊടുത്തു വിട്ടാൽ പോരായിരുന്നു, ഇവളെ കിട്ടിയുള്ളൂ. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കുടിച്ചിട്ട് കപ്പ് തിരിച്ചു കൊടുത്തു. ആ പിന്നെ നന്ദു, എനിക്ക് റെഡി ആവണം, ഒന്ന് പോയ ഉപകാരമായിരുന്നു.
പ്രിയ എന്തോ പറയാമെന്നും അത് കണ്ടവൻ പറഞ്ഞു. അത് കേട്ടത് അവൾ മനസ്സോടെ തിരിച്ചിറങ്ങിയതും അവൻ ഡോർ അടച്ചു പൂട്ടി. എന്തായി, കുടിച്ചോ? ലച്ചു പ്രിയ വരുന്നുണ്ട് ചോദിച്ചു. ആ കുടിച്ചു, ലാസ്റ്റ് പറയാതെ പറഞ്ഞുകൊണ്ട് ഗെറ്റ് ഔട്ട് അടിച്ചു. അതെങ്ങനെ? ലച്ചു ചോദിച്ചു. പ്രിയ അവളോടെല്ലാം പറഞ്ഞു. ആ സാരില്ല, നീ കൊടുത്ത് വാങ്ങി കുടിച്ചല്ലോ, അത് ഓർത്ത് സന്തോഷിക്കുക, ബാക്കി പതുക്കെ ശരിയാവും. ലച്ചു അവൾ നോക്കി പറഞ്ഞുകൊണ്ട് കപ്പ് വാങ്ങി താഴേക്ക് പോയതും പ്രിയ ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി. ലച്ചു താഴെ ചെന്ന് അമ്മയെ സഹായിച്ചു നിൽക്കുമ്പോഴാണ് ആര്യ ഓടിക്കൊണ്ട് അവിടേക്ക് വന്ന്. എന്താടി ഓടുന്നേ? അവനെ ഞാൻ ചേച്ചിയുടെ ഒരു കാര്യം പറയാൻ വന്നാ. ചേച്ചി നമുക്കിന്ന് പുറത്തു പോവാം, വീട്ടിലിന്ന് മടുത്ത്, നമുക്ക് പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു വരാം. ആര്യ അവളോട് ചോദിച്ചു. ലച്ചു അമ്മയെ നോക്കി. അപ്പോഴേക്കും കാവ്യ എത്തി. വാ ചേച്ചി പ്ലീസ്, ചേച്ചി കൂടെയുണ്ടെങ്കിൽ നല്ല രസമാണ്. വലിയേട്ടനിപ്പോൾ പോകുന്ന കൂടി നമ്മളെ കൂടി ടൗണിലാക്കാൻ പറയാം. ആവും ബൈക്കിലല്ലേ പോണത്. അതിനിപ്പോ എന്താ, ഇവിടെ ഒരു വണ്ടി ഓടിക്കാതെ ഇട്ടിരിക്കല്ലേ, ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഓടിക്കാൻ നല്ലതാ. അവനോട് പറഞ്ഞാൽ എടുത്തു പോകാൻ പറയും. അച്ഛൻ അവിടേക്ക് വന്ന് പറഞ്ഞതും ആര്യ അത് കേട്ട് ചിരിച്ചുകൊണ്ട് അച്ഛനെ നോക്കി ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തു. എന്നാ പിന്നെ പോയിട്ട് വാ മോളെ, മോളുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് സമാധാനം, ജോലിയൊക്കെ ബാക്കി ഞാൻ ചെയ്തോളാം. അമ്മ ലച്ചുവിനോട് പറഞ്ഞു. അവൾ കയ്യും കഴി ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയതും ആരെയും കാവ്യം റെഡിയാൻ വേണ്ടി പോയി. നിനക്ക് ഞാൻ സഹായിച്ചിരാടി ഭാര്യയെ, ഞാനുള്ളപ്പോ നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന എനിക്ക് കണ്ടു നിൽക്കാനോ കൂടി. അച്ഛൻ അമ്മയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അമ്മ അച്ഛനെ നോക്കി കണ്ണുരുട്ടി. ഇത്രയും ദിവസം ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ ചെയ്ത്, എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട. അമ്മ അത് പറഞ്ഞ് തിരിഞ്ഞെന്ന് ജോലി ചെയ്യാൻ പോയതും അച്ഛൻ അടുത്തേക്ക് വന്ന് നിന്നു. അത് പിന്നെ നിന്നെ സഹായിക്കാൻ ലച്ചുമോളുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വരാത്തത്, അതിനിങ്ങനെ പിണങ്ങല്ലേ എന്റെ ഭാര്യയെ. അച്ഛൻ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മ കയ്യിലിരുന്ന കത്തിപൊക്കി കാണിച്ചുകൊണ്ട് അച്ഛനെ നോക്കിയതും അച്ഛൻ പിറകിലേക്ക് നീങ്ങി നിന്നു. അച്ഛനെ ഇരുത്തി നോക്കിക്കൊണ്ട് അമ്മ ജോലി തുടർന്നു. അതുകൊണ്ട് അച്ഛൻ അമ്മയെ ശല്യപ്പെടുത്തിയതും ഓരോന്ന് പറഞ്ഞു കൂടെ കൂടി. ആനന്ദ് റെഡിയായി വന്ന് അമ്മ ഫുഡ് കൊണ്ടുവച്ചു. അവൻ കഴിച്ചെണീറ്റതും നാരായണ റെഡിയായി താഴേക്ക് വന്നു. ഇതെല്ലാം കൂടി എങ്ങോട്ടാ? നീ ഇന്ന് ബൈക്കിൽ പോകണ്ട, കാറി പോയാൽ മതി, വണ്ടി എടുക്കാതെ കിടന്ന് നശിച്ചു. ആ കൂട്ടത്തില് ഇവരെ കൂടി എവിടെയാന്ന് വെച്ചാൽ ആക്കിയേക്ക്. ആ തുക്കടാ വണ്ടി അച്ഛനെല്ലാം ആരെങ്കിലും ഇങ്ങനെ ഇട്ടേക്കോ, തൂക്കി വിറ്റാ പോലും 10 പൈസ ഇട്ടില്ല. ആനന്ദ് കടയിൽ കൊണ്ട് പറഞ്ഞു. എടാ മോനെ, നീയൊക്കെ ജനിക്കും മുമ്പും അതിന് ശേഷമെല്ലാം ഞങ്ങൾ അതിലായിരുന്നു യാത്ര. അവളിപ്പോ വിടായിട്ടാ, ഇല്ലെങ്കിൽ ഞാനതായിട്ട് പറന്നേനെ. നിന്റെ ബൈക്ക് പോലെ നല്ല നല്ല കപ്പാസിറ്റി എന്റെ വണ്ടിക്ക്. നിങ്ങളുടെ കപ്പാസിറ്റി തീരാതിരിക്കാനാ ഞാൻ വിടാത്ത്. അമ്മ അച്ഛനോയി പറഞ്ഞു. എല്ലാവരും അത് കേട്ട് ചിരിച്ചു. എന്നാ പിന്നെ പോയിട്ട് വാ. അച്ഛൻ പറഞ്ഞതും ആനന്ദ് മൂളിക്കൊണ്ട് ചാവി എടുത്തിറങ്ങി. അവൻ കാർ ഇറക്കിയതും ആര്യ ലച്ചുവിനെ തള്ളി മുന്നിലാക്കിയതും അതിനു മുന്നേ ലച്ചു പ്രിയയെ പിടിച്ച് മുന്നിലിരുത്തി. അത് കണ്ടതും ആര്യ കലിപ്പിൽ ലച്ചുവിനെ നോക്കിയതും അവൾ ചിരിച്ചു കാണിച്ചു. അവർ നേരെ ഷോപ്പിംഗ് മാളിൽ ഇറക്കിയതും ആര്യയും കാവ്യയും പ്രിയയും കൂടി മുന്നേ നടന്നു. ലച്ചുവിനെ കണ്ടതും ആനന്ദ് അവൾ അടുത്തേക്ക് വിളിച്ചു. എന്റെ നമ്പരാ, എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ മറക്കണ്ട, ഈ നമ്പർ ബൈഹാട്ടാക്കിക്കോ. അത് പറഞ്ഞ് അവൻ പോയതും ലച്ചു കയ്യിലിരുന്ന പേപ്പർ നോക്കിയിട്ട് മടക്കി പാനിന്റെ പോക്കറ്റ് ഇട്ടുകൊണ്ട് അകത്തേക്ക് നടന്നു. അകത്ത് 3 ഡ്രസ്സ് നോക്കുന്ന പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. അത് കണ്ട് ലച്ചു മാറി അവിടെ സീറ്റിലായിരുന്നു. ചേച്ചി എന്താ ഇവിടെ മാറിയിരിക്കുന്നേ, വന്നേ ഞങ്ങൾക്കൊപ്പം നിന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യും. ആര്യ ലച്ചുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട, ഞാനിവിടെ ഇരിക്കാം, നിങ്ങൾ എടുത്തിട്ട് വാ. അത് പറഞ്ഞാൽ എങ്ങനെയാ, നമുക്ക് എല്ലാവർക്കും കൂടി എടുക്കാനാ വന്ന്, ചേച്ചിക്ക് ഞാൻ സെലക്ട് ചെയ്യാം, എനിക്കുള്ള ചേച്ചി എടുത്തോ. ലച്ചുവിനെ വലിച്ചു പിടിച്ച് എണീപ്പിച്ചുകൊണ്ട് ആര്യ പറഞ്ഞു. എനിക്ക് വേണ്ടടാ, അതുകൊണ്ടാ. ലച്ചു അവളുടെ മുമ്പിൽ കെഞ്ചിയെങ്കിലും അവസാനം ആര്യയുടെ പിടിവലിയിൽ ലച്ചു തോറ്റു. അവളുടെ കൂടെ ചെന്നു. എങ്കിലും അവളൊന്നും നോക്കാതെ ഒരു സൈഡിലേക്ക് മാറിയില്ല, നോക്കി നിന്നു. ചേച്ചി ഇതെങ്ങനെയുണ്ട്, ചേച്ചിക്ക് നന്നായി ചേരും. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന സാരി എടുത്ത് ലച്ചുവിന്റെ ദേഹത്ത് വെച്ചുകൊണ്ട് ആര്യ പറഞ്ഞതും അവളത് കേട്ട് ചിരിച്ചു. ഏട്ടന് ഈ കളർ ഒരുപാട് ഇഷ്ടം, ചേച്ചിക്ക് ഇത് മതി. ആര്യ അത് പറഞ്ഞു പോയതും ലച്ചു നേരെ പ്രിയയെ നോക്കി. ഡ്രസ്സൊക്കെ എടുത്ത് പില്ലടിക്കാൻ ചെന്നു. ആര്യയും പ്രിയയും കാവ്യയും കൂടി പുറത്തിറങ്ങി നിന്നു. അത് കണ്ട് ലച്ചു ചിരിച്ചുകൊണ്ട് ഡ്രസ്സ് പാക്ക് ചെയ്തു വാങ്ങി പുറത്തേക്ക് ഇറങ്ങി. വേഗത്തിൽ 3ന്റെ അടുത്തേക്ക് നടന്നു. പെട്ടെന്ന് ആരോ വന്ന് ദേഹത്ത് ഇടിച്ച് ഒന്നിച്ചായിരുന്നു. ലച്ചുവിന്റെ കയ്യിൽ നിന്ന് കവറെല്ലാം തറയിൽ വീണു. അത് കണ്ടത് 3 ഓടി അവളുടെ അടുത്തേക്ക് വന്നു. തറയിൽ വീണ് പെറുക്കിയെടുത്തു. എവിടെ നോക്കി നിങ്ങൾ നടക്കുന്നത്, കണ്ണാണില്ലേ? പ്രിയ അവർക്ക് നേരെ ചൂടായതും ലച്ചുവളെ തടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവരുടെ മുഖത്തേക്ക് നോക്കിയതും മുന്നിൽ നിൽക്കുന്ന ഗൗരിയെ കണ്ട് അവൾ ഞെട്ടിത്തരിച്ച് നിന്നു. ലച്ചുവിനെ കണ്ടതും അവരുടെ മുഖത്തെ ഞെട്ടലിനൊപ്പം തന്നെ തേടിയാണെന്ന് കയ്യിൽ കിട്ടിയ സന്തോഷം കൂടി കലർന്ന ചിരിയായിരുന്നു. ലച്ചുവിനൊപ്പം നിൽക്കുന്ന 3 പേരെ കണ്ട ഗൗരി അവർ നോക്കി ചിരിച്ചുകൊണ്ട് ലച്ചുവിന്റെ കവിളിൽ കൈകൊണ്ട് തടവി. മോളെ, നീ ഇത് എവിടെയായിരുന്നു ഇത്രയും നാള്? ഞങ്ങൾ നിന്നെ എവിടേക്ക് തിരക്കിയെന്നറിയോ? എന്തെങ്കിലും സൗന്ദര്യപ്പണക്ക് ഉണ്ടാകുമ്പോൾ ആരോടും പറയാണ്ട് ഇറങ്ങിപ്പോവുകയാണോ വേണ്ടത്? അതൊക്കെ പരിഹരിക്കാനല്ലേ ഞങ്ങളൊക്കെ ഉള്ളത്. ഗിരിയേട്ടന് രാധികേട്ടയും നിന്നെ കാണാണ്ട് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? അതൊന്നും നിനക്ക് അറിയണ്ടല്ലോ. ഇങ്ങനെ തലതിരിച്ച് കൂട്ടുകാരോടൊപ്പം കറങ്ങി തെണ്ടിത്തിരിഞ്ഞ് നടന്നാൽ മതിയല്ലോ. ഇല്ലാത്ത സ്നേഹവരുത്തി ഗൗരിയോട് പറഞ്ഞു. മാന്യമായി സംസാരിക്കണം, നിങ്ങൾ പറഞ്ഞ പോലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നല്ലേ ഞങ്ങൾ, നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നതന്നെയാ. പ്രിയ അവർക്ക് നേരെ ദേഷ്യപ്പെട്ട് പറഞ്ഞു. കണ്ടില്ലേ മോളെ, നിന്റെ ഗൗരിയമ്മയോട് അവള് പറയുന്നു. ഗൗരി പ്രിയയെ നോക്കി ലച്ചുവിനോട് പറഞ്ഞു. അതിനവളൊന്നും മിണ്ടിയില്ല. മോളെ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? വാ, ഈ നാശക്കുട്ടങ്ങളുടെ കൂടെയാണ് നീ നിൽക്കുന്നത്, നമുക്ക് പോവാം. നിന്റെ കാത്തവിടെ കാർത്തി എത്ര ദിവസം കൊണ്ട് ജലപാനം ഇറക്കാണ്ടിരിക്കുകയാണെന്നറിയോ?
അവന് തെറ്റുപറ്റി, അതിലിപ്പോൾ കുറ്റബോധമുണ്ട് അവന്. നമുക്ക് വീട്ടിൽ പോയി എല്ലാം സംസാരിക്കാം. മുടങ്ങിയ വിവാഹം എത്രയും വേഗം നടത്തണം. ഞങ്ങളൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കിട്ടി നിൽക്കുക മോളെ. ഗൗരി പറഞ്ഞതും അതുവരെ മിണ്ടാന്ന് വെച്ച ഒരു ദേഷ്യത്തിൽ നോക്കി. ഇനി ഞാൻ എവിടേക്ക് അമ്മയുടെ കൂടെ വരേണ്ടത്? എന്നെ ചതിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്നാണോ? സ്വന്തം മോനെ കുറിച്ച് പറയാൻ തന്നെ അമ്മയ്ക്ക് നാണില്ലല്ലോ. എന്റെ വിശ്വാസവും സ്നേഹം വെച്ച ഏട്ടൻ എന്നെ വഞ്ചിച്ച്. ഏട്ടന് കുറ്റബോധം പോയിട്ടൊരു തരി ദുഃഖം പോലും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. കാരണം ആ ഒറ്റ രാത്രി കൊണ്ട് ഏട്ടനെ പറ്റിയെല്ലാം മനസ്സിലാക്കിയോളാം ഞാൻ. 2 വർഷം ഞാൻ കൊടുത്ത സ്നേഹം ഒരു വില പോലും നൽകാതെ കപടതയുടെ മുഖം മൂടിയാണ് നടന്ന ആളാ ഏട്ടൻ. അവിടുന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ രക്ഷിച്ച ഇനി അവിടേക്ക് ഒരു തിരിച്ചുവരവ് എനിക്ക് ഉണ്ടാവില്ല. നിങ്ങളൊക്കെ അവിടെ കൂടിയിരിക്കുന്ന എന്തിനാന്ന് എനിക്കറിയാം. ഞങ്ങളുടെ സ്വത്തും പണവും കണ്ടിട്ട്, അല്ലാതെ എന്നോടോ അച്ഛനോടോ അമ്മയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല. ഇത്രയും ദിവസം എൻ്റെ ഉള്ളിൽ നിങ്ങളോടൊക്കെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. എന്നാൽ അത് ഈ നിമിഷം മുതൽ എനിക്ക് ഉണ്ടാവില്ല. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന 3 പേരും അത് നിങ്ങളാ. നിങ്ങൾക്ക് എടുത്തു പറയാൻ എന്ത് അന്തസ്സാവുള്ളൂ? സ്വന്തം സഹോദരനെ ചതിച്ചതോ, അതോ ഒരുപാട് പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി മകനെ താന്തൂന്നിയായി വളർത്തിയതോ? ഇതിലേതാ അന്തസ്? നിങ്ങളെക്കാൾ ഒരുപാട് വരത്തില്ല ഇവരെനിക്ക്. മൃഗങ്ങളോടൊപ്പം പോലും നിങ്ങൾ ഉപമിക്കാനാവില്ല. അത്രയ്ക്ക് തരംതാട് പോയി നിങ്ങൾ. ഇനിമേൽ ബന്ധമൻ എന്റെ പിന്നാലെ വരരുത്. എന്റെ അച്ഛനും അമ്മയും ജീവിക്കുന്ന ഞങ്ങളുടെ വീട്ടിലാ. അവിടുന്ന് ഇറങ്ങിപ്പോവാൻ ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ അവരെ വേദനിപ്പിച്ച എന്റെ ഒരു മുഖം നിങ്ങൾ കാണേണ്ടി വരും. അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യം വാക്കുകളിൽ കടിച്ചമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. മോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതൊക്കെ മോളുടെ തെറ്റിദ്ധാരണയായിരുന്നു. മിണ്ടി പോരുത്. ഇനിയും പറഞ്ഞ് എന്നെ പറ്റിക്കാനാണോ? നിങ്ങളുടെയൊക്കെ സ്വഭാവം ഞാൻ നേരിടേണ്ടതാ. ഇനി നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. അത്രയ്ക്ക് ക്രൂരാ നിങ്ങളും നിങ്ങളുടെ മകനും ഭർത്താവും. അതും പറഞ്ഞ് ലച്ചു മുഖം തിരിച്ചോ ഗൗരി അവളെ ദേഷ്യത്തിൽ നോക്കി. ഓ, അപ്പൊ എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലേ? എന്നാ പിന്നെ ഞാനായിട്ട് മാറ്റുന്നില്ല. പക്ഷേ ഇന്ന് നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. വാടിയുടെ. അതും പറഞ്ഞ് അവർ ലച്ചുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചതും ആര്യ അവളുടെ കൈ തട്ടി മാറ്റി. ചേച്ചിക്ക് നിങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നത്? നീ ആരാടി ഇതിൽ അഭിപ്രായം പറയാൻ? ഇത് ഞങ്ങൾ ബന്ധുക്കൾ തമ്മിലുള്ള കാര്യാ. അതിനുള്ള നിനക്കെന്താ യോഗ്യത? ദേ, നിങ്ങൾ എന്നെ എന്ത് വേണേലും പറഞ്ഞു. ഇവരെന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. അത്രയ്ക്ക് അഹങ്കാരമായിടി നിനക്ക്. ഗൗരി ലച്ചുവിന്റെ കവളിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ഞെട്ടിയവരെ നോക്കി. വേദന കൊണ്ട് ലച്ചുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഇവളെ എന്റെ മരുമോളാവേണ്ടവളാ. എന്റെ മോൻ താരിട്ടാൻ പോണവള്. ഇവളെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. എതിർക്കാൻ നിന്നാലേ നിന്നൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഗൗരി പറഞ്ഞതും ആര്യയും പ്രിയയും കാവ്യയും പരസ്പരം നോക്കി. ലച്ചു എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുകയാണ്. ഇവരുടെ കൂടെ വീട്ടിലേക്ക് ചെന്നാൽ പിന്നെ നരകതുല്യമായിരിക്കും എന്റെ ജീവിതം. ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും ഉണ്ടാവുന്ന വിശ്വാസത്തിൽ ജീവിക്കുന്നുണ്ടാവും എന്റെ അച്ഛനും അമ്മയും. തിരിച്ചുപോയി അവരുടെ കൺമുമ്പിൽ ഞാൻ നിരയിക്കുന്നത് കാണാൻ ഒരിക്കലും അവർക്കാവില്ല. ലച്ചു മനസ്സിലോർത്തുകൊണ്ട് തേങ്ങി. ഇതേ സമയം ഗൗരി ഫോണെടുത്ത് ആർക്കോ കോൾ ചെയ്യുന്നുണ്ട്. ലച്ചു അവരെ നോക്കി. എടാ മോനെ, നീ പെട്ടെന്ന് ടൗണിലേക്ക് വാ. ആ അഹങ്കാരി കിട്ടി, എന്റെ കൂടെ ഉണ്ട്, പെട്ടെന്ന് വാടാ. ഗൗരി പറഞ്ഞിട്ട് ലച്ചു ഞെട്ടി. കാർത്തികനെയാണ് വിളിച്ചെന്ന് മനസ്സിലായതും അവളുടെ ഉള്ളിൽ കൂടി ഒരു ഭയം കടന്നുപോയി. ചേച്ചി ഇങ്ങനെ എന്നാ ഇവർ ചേച്ചിയെ കൊണ്ടുപോകും. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. ആര്യ ലച്ചുവിനോട് പതിയെ പറഞ്ഞു. ലച്ചു ദയനീയമായി കണ്ണു നിറച്ച് അവളെ നോക്കി. എന്നെ കൊണ്ടൊന്നും ചെയ്യാനാവും തോന്നില്ല. നിങ്ങൾ പൊക്കോ. അയാൾ വൃത്തിയിട്ട മനുഷ്യനാ. നിങ്ങളെ കൂടി കണ്ടാൽ നിങ്ങളുടെ ജീവിതം കൂടി നശിപ്പിക്കും. ലച്ചു കരഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു. അതിന് മൂന്നാൾ തുറിച്ചു നോക്കി. ഗൗരി ഫോൺ ചെയ്ത് തിരിഞ്ഞതും അവരുടെ മൂക്കിലേക്ക് എന്തോ ആഞ്ഞിടിച്ചത് ഒന്നിച്ചായിരുന്നു. അവർ നിലവിളിച്ചുകൊണ്ട് താഴേക്കിരുന്നു. മുന്നിൽ പല്ലടിച്ചിരിക്കുന്ന പ്രിയെ കണ്ടത് ലച്ചു അന്തം വിട്ട് നോക്കി. ഓടിക്കോ, പ്രിയ പറഞ്ഞതും അന്ന് വിട്ടുന്ന 3 സ്വഭാവത്തിലേക്ക് വന്നു. 1 മിനിറ്റ്, എനിക്കൊരു ചെറിയ കടമുണ്ട്. ആര്യ അത് പറഞ്ഞ് അവരുടെ കാലിനിട്ട് ഒരു ചവിട്ടുകൂടെ കൊടുത്തു. ഇത് കുറച്ചും എന്നോട് പറഞ്ഞതിന് സാമ്പിളായിട്ട് കണ്ടാൽ മതി. നിങ്ങളെക്കാൾ ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇനി എന്റെ ചേച്ചിയുടെ പിറകെ നിങ്ങൾ വന്നാൽ അറിയും. ബാക്കി അടുത്തോട്ടം കാണുമ്പോൾ തരാം. ആര്യ അത് പറഞ്ഞ് ലച്ചുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി. അവർ പോകുന്ന കണ്ട ഗൗരി പകയോടെ അവരെ 4 പേരെയും നോക്കി. അവർ മൂക്കുമ്പത്തി പിടിച്ച് അവിടെ ഇരുന്നു. നിക്ക്, ലച്ചു പെട്ടെന്ന് പറഞ്ഞു. അവർ 3 എന്തിനാവുന്നുള്ള ഭാഗത്തിൽ അവളെ നോക്കി. എന്താ ചേച്ചി? അത് പിന്നെ നിങ്ങൾ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് വെക്കും. ഞാൻ പുറകെ വന്നോളാം. ചേച്ചി എങ്ങോട്ട് പോകാൻ പോവാ? ലച്ചു ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് തിരക്കി അവിടെ മോൻ വരുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിൽ പോവാം. വാ. പ്രിയ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചവും ലച്ചു അവളെ നോക്കിയിട്ട് കൈമാറ്റി. അത് കണ്ടത് അവർ പരസ്പരം നോക്കി. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ വന്ന കാർത്തിയുടെ തേടി പിടിച്ച് അവിടേക്ക് വരും. പിന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഞാൻ കാരണം ആ വീട്ടിലുള്ളവർ മുഴുവൻ വേദനിക്കും. അത് പാടില്ല. ഞാനിവിടെ എവിടെയും ഉണ്ടെന്ന് കണ്ട അയാൾ ഇവിടെ എന്നെ അന്വേഷിക്കും. ആ നേരം കൊണ്ട് ഞാൻ തിരിച്ചു വന്നേക്കാം. ലച്ചു അതും പറഞ്ഞ് റോഡിൽ കണ്ട ഓട്ടോ കൈ കാണിച്ച അവർ 3 അതിൽ നിർബന്ധിച്ച് കയറ്റി. ചേച്ചി, ഇത് അബദ്ധം കാണിക്കുന്നത്. ഒന്നും സംഭവിക്കില്ല. പിന്നെ ഇത് വീട്ടിൽ പറയാൻ നിൽക്കണ്ട. ലച്ചു പറഞ്ഞതും അവർ 3 വിഷമത്തോടെ നോക്കി. സൂക്ഷിക്കണേ. അതിനവളൊന്ന് മൂളിക്കൊണ്ട് വണ്ടി പറഞ്ഞു വിട്ടു. ചുറ്റും നോക്കി. ലച്ചു മുന്നിലേക്ക് നടന്നു. അവളെവിടെ? നിങ്ങൾക്ക് ഇത്രക്കും ബുദ്ധിയില്ലാതായി പോയല്ലോ. കൈ കിട്ടിയിട്ടും വിട്ടുകളഞ്ഞില്ലേ? നാശം. കാർത്തി ദേഷ്യത്തിൽ ഗൗരിയെ നോക്കി പറഞ്ഞു. എടാ, നീ ഒന്നും മിണ്ടാണ്ടിരിക്കും. അവർ കാണിച്ചിട്ട് പോയെന്നുണ്ടില്ലേ? ഈ അവസ്ഥയിൽ ആന്റി പിന്നെ എന്ത് ചെയ്യാനാ? ഗൗരിയെ നോക്കി സന്ദീപ് പറഞ്ഞു കേട്ട് കാർത്തി അവനെ തുറച്ചു നോക്കി. പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് സന്ദീപിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇതാ, ഏതെങ്കിലും ഹോസ്പിറ്റൽ കൊണ്ടുപോയി കാണിക്കുക. കാർത്തി പറഞ്ഞു. ഗൗരി അവനെ രൂക്ഷമായി നോക്കി. നിനക്ക് വേണ്ടിയാ ഞാൻ ഈ അവസ്ഥയിലായത്. എന്നിട്ട് എന്നോടൊരു വാക്ക് ചോദിക്കാതെ മുഖം തിരിച്ചിരിക്കാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു? നിങ്ങളെന്താ കണക്ക് പറയാണോ? ഇത്രയും ദിവസം തേടി നടന്നവളെ നിങ്ങളുടെ കൺമുമ്പിലൊന്ന് പെട്ടത്. എന്നിട്ട് അത് കൈവിട്ട് കളഞ്ഞിട്ട് ഞാൻ പിന്നെ എന്തോന്ന് പറയണം? മകന് വേണ്ടി ഇങ്ങനെയാണോ കഷ്ടപ്പെടുന്നത്? കഷ്ടം.
അവൻ പുച്ഛിച്ച് പറഞ്ഞുകൊണ്ട് സന്ദീപിനെ നോക്കി. അരിവ, അവൻ ദേഷ്യത്തിൽ പറയുന്നു, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട സന്ദീപ്, ഇവന് വേണ്ടി നടന്ന് എനിക്ക് തന്നെ കിട്ടണം, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ഗൗരി അതും പറഞ്ഞു പോയതും കാർത്തിക് തലയിൽ കൈവച്ചുകൊണ്ട് വണ്ടിയിൽ ചാരി നിന്നു. നീ പറഞ്ഞു ഒട്ടും ശരിയായില്ല കാർത്തിക്. നിനക്ക് വേണ്ടി കൂടുന്നവരെയാ നീ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുന്നത്. ഇത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സന്ദീപ് അവന്റെ നേർക്കുന്നോട് ചോദിച്ചു. നീ എന്താണ് എന്നെ ഉപദേശിക്കുകയാണോ? എന്നാൽ അതിന്റെ ആവശ്യം എനിക്കില്ല. എന്റെ അമ്മയോട് ഇങ്ങനെ കാണിച്ച അവളുമാരെ ഞാൻ വെറുതെ നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി ലച്ചു മാത്രമല്ല, ബാക്കിയുള്ള 3 അവൾക്കൊപ്പം അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. വെറുതെ വിടില്ല ഒന്നിനെയും. അവൾക്ക് ഇത്രയും ധൈര്യം എവിടുന്ന് കിട്ടിയെന്നറിയണം. ഒന്നുറപ്പാ, ഈ സിറ്റിയിൽ എവിടെയാണ് അവൾ താമസം. ഇന്ന് അവൾ കാണിച്ചതിന് പച്ചക്ക് കത്തിക്കും ഞാൻ അവളെ. കാർത്തിക് പല്ലിയരിച്ചുകൊണ്ട് പറഞ്ഞു. സന്ദീപ് അവൻ്റെ ചിരിച്ചു. അവളിടം വിട്ടു പോകാൻ വഴിയില്ല, വാ ഇന്നലെ കണ്ടുപിടിക്കണം. കാർത്തി അത് പറഞ്ഞ് വണ്ടിയിൽ കയറിയതും സന്ദീപ് അവനൊപ്പം കയറി വണ്ടി മുന്നോട്ടെടുത്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.